ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു പാൽ പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകാദശി ദിവസങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു പേടയാണിത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു പാത്രം പാൽപ്പൊടി അളന്നെടുക്കുക. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ ഏകദേശം അരക്കപ്പോളം നെയ്യ്, അര മുതൽ അതിന് ശകലം ഒന്ന് താഴെ നിന്നാലും തെറ്റില്ല, എങ്കിലും 1/4 കപ്പിനും അരക്കപ്പിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ അരക്കപ്പ് എടുത്താലും നല്ലത് തന്നെ. അങ്ങനെ നെയ്യ് എടുക്കുക. അതിനുശേഷം ഈ പാൽപ്പൊടിക്കകത്തേക്ക് ഈ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ പാൽപ്പൊടി എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം പഞ്ചസാര നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അടുപ്പ് കത്തിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്, അതായത് ഏത് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് യോജിച്ച്, അതായത് നന്നായിട്ട് തിളച്ച് ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത്, അതായത് ഒരു നൂൽ പരുവമൊന്നും ആകണ്ട, നന്നായിട്ട് തിളച്ച് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ഒന്ന് യോജിച്ച് വരുന്ന ആ സമയത്ത് എടുത്തു വെച്ച പാൽപ്പൊടി കൂടി അതിനകത്തേക്ക് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് ഈ പഞ്ചസാര ലായനിയും ഈ നെയ്യും ഈ പാൽപ്പൊടിയും ചേർന്ന ആ ഒരു കൂട്ട് ഇളക്കി, ആ കൂട്ടിൽ നിന്ന് നെയ്യ് നന്നായിട്ട് വിട്ട് പുറത്തേക്ക് വരണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒഴിച്ച നെയ്യിൽ ഒരു അരഭാഗത്തോളം നെയ്യ് പുറത്തേക്ക് വരും. അങ്ങനെ നെയ്യ് നന്നായിട്ട് പുറത്തേക്ക് വന്ന് ഇതെല്ലാം ഒന്ന് യോജിച്ച് നമുക്കൊന്നൊരു കുഴഞ്ഞ ഒരു അലുവയുടെയൊക്കെ കൂട്ട് അതുപോലൊരു പാകമാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ നെയ്യ് എന്ത് ചെയ്യാം, ഇതേപോലെ ഊറ്റി മാറ്റാം. അതിനുശേഷം ചൂടോടുകൂടി ഈ മിശ്രിതം ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്നൊന്ന് പരത്തി, ഒന്ന് ഇളക്കി, ഒന്ന് പരത്തി, ഒന്ന് മയം വരുത്തുന്ന രീതിയിൽ മാറ്റി വെക്കുക. ഇപ്പോൾ നല്ല ചൂടാണ്, കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ചൂട് പൂർണ്ണമായിട്ടും ആറണ്ട, എന്നാലും നമുക്കൊന്ന് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പാകമാകുന്ന സമയത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മയം വരുത്തണം. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടി മാറ്റി വെക്കാം. നമുക്കിഷ്ടമുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാം. പാൽപ്പൊടിയും നെയ്യും പഞ്ചസാരയും മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം പാൽപ്പേടയാണ്, പാലിൻ്റെ രുചിയാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള ആകൃതിയിലേക്ക് ഉരുട്ടി മാറ്റി വെച്ച് നമുക്കിഷ്ടമുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഭഗവാന് സമർപ്പിക്കാം. ഇതൊന്നാറിക്കഴിയുമ്പം ഇത് നല്ല പേടയുടെ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഇതേപോലെ നമുക്കിങ്ങനെ ഒടിച്ചെടുത്ത് കഴിക്കാം. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. മധുരം ഇഷ്ടമുള്ള ആളുകളൊക്കെ അത്രയ്ക്ക് രുചിയാണ്. ഒരു 10 മിനിറ്റ് മതി ഇതുണ്ടാക്കാനായിട്ട്. കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും നെയ്യും മാത്രം മതി. നെയ്യുടെ അളവ് നിങ്ങൾക്കിഷ്ടം, കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത്. എങ്കിലും ഇത്രയും നെയ്യ് ഒഴിച്ചാൽ പോലും നെയ്യ് കുറച്ച് എന്ത് ചെയ്യും, ഇങ്ങ് മാറ്റി എടുക്കാനായിട്ട് പറ്റും. ഇച്ചിരി നെയ്യൊക്കെ വേണം പേടയ്ക്ക്, എങ്കിലേ ഒരു രുചി വരത്തുള്ളൂ. ഒന്നുണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹരേ കൃഷ്ണ.